നൈന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് റേഷൻ കടയിൽ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടൊരു മിഠായിയാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഓണക്കിറ്റിൽ കിട്ടിയിട്ടുള്ളതാണ്. ഗോതമ്പ് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. ഇതിൽ കറുത്ത കളർ കാണുന്നത് കല്ലാണ്. പിന്നെ കേടുവന്ന മണികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇനി ഈ ഗോതമ്പ് ഒന്ന് കഴുകിയെടുക്കാം. അതിന് ഗോതമ്പ് ഒരു അരിപ്പയിൽ ഇതുപോലെ ഇട്ടിട്ട് ഒന്നിലെ വെള്ളത്തിൽ ഇതേപോലെ മുക്കിയിട്ട് 2-3 പ്രാവശ്യം അങ്ങനെ ഒന്ന് കഴുകിയെടുക്കാം. അല്ലെങ്കിൽ പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് കഴുകിയെടുത്താലും മതി. ഗോതമ്പ് വേഗം തന്നെ കഴുകിയെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കുതിർന്നു പോവും. നുറുക്ക് ഗോതമ്പല്ലേ, അതുകൊണ്ട് വേഗം കുതിരും. ഇതിപ്പോൾ കഴുകിയ ഗോതമ്പ് 1 മണിക്കൂർ നേരം വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. വെയിലില്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയാലും മതി. ചോട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ഗോതമ്പ് കഴുകി വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗോതമ്പ് കുറച്ചൊക്കെ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അത് കുഴപ്പമില്ല. ഇതുപോലെ ഇങ്ങനെ വറുത്തെടുത്ത് കഴിയുമ്പോൾ ഗോതമ്പ് മൊരിഞ്ഞ് കിട്ടും. ഗോതമ്പ് മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഗോതമ്പ് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു വലിയ മണികളൊക്കെ ചിലതുണ്ട്, അതൊക്കെ ഒന്ന് നുറുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പൊടിക്കുന്നത്. ഒരു ട്രേയിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും പരത്തി വയ്ക്കാം. ചൂട് കട്ടിയുള്ളൊരു പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെയാണ് 1 കപ്പ് നുറുക്ക് ഗോതമ്പും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പും പഞ്ചസാരയും ഒരേ അളവിൽ തന്നെ എടുക്കണം. ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ ഒട്ടും കൂട്ടി വയ്ക്കരുത്. മീഡിയം ഫ്ലെയിമിൻ്റെ താഴെ ആയിരിക്കണം എപ്പോഴും. ഇത് കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒട്ടും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, പഞ്ചസാര കാരമലൈസായി തുടങ്ങി, നന്നായിട്ട് പതഞ്ഞു വന്നു തുടങ്ങി. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പാലിൻ്റെ പാടെടുത്ത് വെച്ചിട്ടുണ്ടാക്കിയ ബട്ടറാണ്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് പാകമായിട്ടുണ്ട്, കാരമലൈസായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് ചുക്ക് പൊടിച്ചതും 2 നുള്ള് ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ജീരകത്തിൻ്റെയും ചുക്കിൻ്റെയും ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഗോതമ്പിൻ്റെ നുറുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിനധികം സമയമൊന്നും ആവില്ല കേട്ടോ. അത്ര അധികം സമയമൊന്നും വേണ്ട. ഇത് കുറുകി വരാനൊന്നും വേഗം തന്നെ ആവും. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ള് മാത്രം ചേർത്താൽ മതി. ഒട്ടും ഉപ്പ് കൂടി പോകരുത്. നമ്മൾ എന്ത് മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോഴും അതിൽ 1 നുള്ള് ഉപ്പിടുന്നത് നല്ലതാണ്. മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. ഇതിപ്പോൾ ഒരുവിധം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഈ കൂട്ട് പാകമായോ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേപോലെ ഒരു 2-3 തുള്ളി ആക്കിയതിന് ശേഷം ഇത് കൈകൊണ്ടൊന്ന് ഇതുപോലെ ഇളക്കിയെടുക്കുമ്പോൾ ഇതൊന്ന് ഹാർഡായിട്ടിരിക്കണം. ഇതിൽ ഇത്തിരി വെള്ളത്തിലൊന്ന് ഇത്തിരി അലിയണമുണ്ടോ പഞ്ചസാരയുടെ ഇത്. അങ്ങനെ വെള്ളത്തിലൊട്ടും അലിയാൻ പാടില്ല. ഇതിപ്പോൾ ആയിട്ടില്ല. ഒരു 2-3 മിനിറ്റ് നേരം കൂടി ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 2-3 മിനിറ്റും കൂടി ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി നോക്കാം പാകമായോ എന്ന്. ഇപ്പോൾ ഇത് നന്നായി പാകം ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കയ്യിലെടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ഹാർഡായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ കൂട്ട് നെയ്യ് പറ്റി വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് 2 മണിക്കൂർ നേരം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഈ കൂട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒരു സ്പൂണിൻ്റെ അടിയിൽ നെയ്യ് പരത്തിയതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. മോൾവശവും സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ഷേപ്പാക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കഷ്ണാക്കി എടുക്കുമ്പോൾ നല്ല ഷേപ്പിലുള്ള കഷ്ണങ്ങളായിട്ട് കിട്ടും. ഈ കൂട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇത് മുഴുവനായിട്ട് സെറ്റായി കഴിയുമ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഒരു ഭാഗം വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് മറ്റേ സൈഡിൽ നിന്നും കൂടി ഒന്ന് ഇതേപോലെ വരഞ്ഞു കൊടുക്കാം.
അപ്പോൾ ഇതുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തോളൂ. ഇതുണ്ടാക്കാൻ അധികം ചിലവുമില്ല, സമയവും അധികം വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ കത്തി കൊണ്ട് വരഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാറിയതിന് ശേഷം എളുപ്പത്തിൽ തന്നെ കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റും. 2 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി അത് കഷ്ണങ്ങളാക്കി മാറ്റാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്തോളൂ. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.